ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ JEE മെയിൻസിൻ്റെ സെഷൻ 1 കഴിഞ്ഞു. സെഷൻ 1ൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം നമ്മളിനി സെഷൻ 2ലേക്കുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും. സോ സെഷൻ 2 എന്ന് പറയുന്നത് ടെൻറ്റേറ്റീവ്ലി കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് April 1 to 8 ആണ്. സോ അതിന് മുമ്പായിട്ടുള്ള സെഷൻ 2ൻ്റെ രജിസ്ട്രേഷൻസ് ഓപ്പൺ ആയിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സോ നിങ്ങൾ സെഷൻ 2ൻ്റെ രജിസ്ട്രേഷൻ ഓപ്പൺ ആയി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഓൾറെഡി JEE മെയിൻ സെഷൻ 1 അപ്ലൈ ചെയ്തു, അറ്റൻഡ് ചെയ്തു, എക്സാം എഴുതി. ഇനി സെഷൻ 2 എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ, നിങ്ങൾ ഓൾറെഡി ഉള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം സിറ്റി ഏതാണെന്നും പേപ്പറിൻ്റെ മീഡിയം ഏതാണെന്നും അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് അവർ പ്രത്യേകം പറയുന്നുണ്ട്. എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ്, ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ ലോഗിൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ കയറിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് അടിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം കോഴ്സ് ചൂസ് ചെയ്യുക, പേപ്പർ ഏതാണെന്നുള്ള ചൂസ് ചെയ്യുക, മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ചൂസ് ചെയ്യാം, അതേപോലെ എക്സാമിനേഷൻ സിറ്റീസ് ആസ് പെർ ദ അവൈലബിൾ ഓപ്ഷൻസ്, പിന്നെ ഫീ പേയ്മെൻറ്റ്. ഈ 4 കാര്യങ്ങൾ മാത്രം ഓൾറെഡി JEE മെയിൻ സെഷൻ 1 എഴുതിയവർ ചെയ്താൽ മതിയാകും. ഒരിക്കലും നിങ്ങൾ കയറി പുതിയ രജിസ്ട്രേഷൻ ഫോമിൽ കയറി ക്ലിക്ക് ചെയ്യരുത്. നിങ്ങളുടെ കാൻഡിഡേച്ചറിന് തന്നെ അത് ക്യാൻസൽ ആക്കാനുള്ള വളരെയധികം പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത് എഴുതിയ ആൾക്കാരാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതുക. പിന്നെ ചിലപ്പം രജിസ്റ്റർ ചെയ്ത സമയത്ത് അങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ടാവും. അതായത് രജിസ്റ്റർ ചെയ്ത സമയത്ത് സെഷൻ 1 കൊടുത്തിട്ടുണ്ടാവില്ല, സെഷൻ 2 എന്ന് പറഞ്ഞതേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവരും ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതിയാകും. ഇനി ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരിലേക്കാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതുവരെ കാൻഡിഡേറ്റ്സ് നിങ്ങൾ JEE മെയിൻ സെഷൻ 1 എഴുതിയിട്ടുമില്ല, നമ്മുടെ നവംബറിൽ വന്ന നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ രജിസ്ട്രേഷനും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് JEEmain.nta.nic. എന്ന വെബ്സൈറ്റിൽ JEEmain.nta.nic. എന്ന വെബ്സൈറ്റിൽ കയറുക. അവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ആധാർ ഡീറ്റെയിൽസ്, പിന്നെ നമ്മൾ അവരെ പറഞ്ഞിരിക്കുന്ന ഫോട്ടോ, സിഗ്നേച്ചർ പോലുള്ള ഡീറ്റെയിൽസ്, അതിങ്ങനെ ഇൻഫോർമേഷൻ ബുള്ളറ്റിൽ അവൈലബിൾ ആണ്. നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് എങ്ങനെയാണ് എന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ ജീനിയസ് ചാനൽ, നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ത്രൂ ഔട്ട് ആപ്ലിക്കേഷൻ ഫോമിലൂടെ നമ്മൾ കടന്നുപോയി അവസാനം ഫീ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന വരെയുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, സെഷൻ 1 അറ്റൻഡ് ചെയ്തവർ ന്യൂ രജിസ്ട്രേഷനിൽ പോയി ക്ലിക്ക് ചെയ്യരുത്. ഓൾറെഡി ലോഗിൻ എന്ന് പറഞ്ഞതാണ്. കുറേ പേര് അങ്ങനെ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അതുകൊണ്ടാണ്, കാരണം നമ്മുടെ കാൻഡിഡേറ്റ്സിനെ തന്നെ ബാധിക്കാനുള്ളൊരു ഇഷ്യൂ ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ JEE മെയിൻ സെഷൻ 2 എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് 1st February, 25th February വരെ നമുക്ക് സമയമുണ്ട്. അതിനുശേഷം ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സമയം 25th February രാത്രി 11:50 വരെയാണ്. അപ്പോൾ 25 February വരെ സമയം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും പർട്ടിക്കുലർ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനുശേഷം ഒരു 2 ദിവസം കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. എല്ലാം കഴിഞ്ഞ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോൾ ടിക്കറ്റ് വന്ന് April 1 തൊട്ട് ടെൻറ്റേറ്റീവ്ലി എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ ഇപ്പോൾ വന്നിരിക്കുന്ന PYQs ഒക്കെ ചെയ്ത് പഠിച്ച് അതേപോലെ തന്നെ മുമ്പുള്ള നേരത്തെ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു റിവിഷൻ ടൈം യൂസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുക. ഈ ഒരു സെഷൻ 2 നല്ല അടിപൊളിയായി എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.